ഹായ് എവ്രിവൺ, എവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് MHI 106 എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദി ഏജസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ യൂണിറ്റാണ്, യൂണിറ്റ് 2 ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു യൂണിറ്റാണ്, എന്നാൽ വളരെയധികം കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ബ്ലോക്ക് 1-ലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂണിറ്റിലേക്ക് നേരിട്ട് കിടക്കാം. ഓക്കെ, യൂണിറ്റ് 2, നമ്മുടെ യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഹണ്ടിങ് ഗാദറിങ് ഏർലി ഫാമിംഗ് സൊസൈറ്റി പാസ്റ്ററലിസം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം ആൻഷ്യന്റ് പീരീഡ് ആയിരിക്കും, ഇന്ത്യയിലെ ആൻഷ്യന്റ് പീരീഡ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു. ഇനി നമ്മൾ ഹണ്ടിങ് ഗാദറിങ്, അതായത് വേട്ടയാടലുകളും ഭക്ഷണം ശേഖരിക്കലും നടത്തിയ സമൂഹത്തെക്കുറിച്ച്, ആ സമൂഹവുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ എവിഡൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഏർലി ഫാമിംഗ്, കൃഷി വളരെ ആദ്യത്തിൽ ആരംഭിച്ച ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തെ പറ്റി, അവിടുത്തെ സൊസൈറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പാസ്റ്ററലിസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെയും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മളുടെ ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമുക്കൊന്ന് ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയും, എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഓവറോൾ കാര്യങ്ങൾ എന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ പാലിയോലിത്തിക് സൊസൈറ്റി, പ്രാചീന ശിലായുഗം. പാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ പ്രാചീന ശിലായുഗം, ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ, സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റീസ്. അപ്പോൾ ഭക്ഷണം ശേഖരിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന സമൂഹത്തിലെ ആളുകളുടെ, ആ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ സാമൂഹിക ഘടന എന്തായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പാലിയോലിത്തിക് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം മെസോലിത്തിക്കും നിയോലിത്തിക്കുമാണ്. അപ്പോൾ മെസോലിത്തിക്, നിയോലിത്തിക് കണ്ടിന്യൂം ആൻഡ് ദ പ്രോസസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ. ആ ഒരു കാലഘട്ടത്തിലാണ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ, മൃഗങ്ങളെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും ഒക്കെ വളർത്തുന്ന ഒരു രീതിയിലേക്ക്, ഏർലി ഫാമിംഗ് ഒക്കെ തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ, സൈറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് ദ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ ഏർലി ഫുഡ് പ്രൊഡ്യൂസിങ്, അഥവാ നിയോലിത്തിക് വില്ലേജ് ആൻഡ് ക്യാമ്പ് സൈറ്റ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയോലിത്തിക് ആയിട്ടുള്ള ഏർലി ഫുഡ് പ്രൊഡ്യൂസിങ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് ആ ഒരു കാലഘട്ടത്തിലെ, ഈ നിയോലിത്തിക് മെസോലിത്തിക് കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനകളെ കുറിച്ചായിരിക്കും നമ്മൾ പറയുക. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ തന്നെ ടൈറ്റിൽ എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തെയും നമ്മൾ അതിന്റെ ലഭ്യമായ എവിഡൻസുകൾ വെച്ചിട്ട് നമ്മൾ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കും. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പം നിയോലിത്തിക് കാലഘട്ടം വരെ അതുകൂടെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോകാം. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഓവറോൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് പറയുന്നത്. ഒന്ന് ഓടിച്ചു പോകാം. അപ്പോൾ എന്താണ് ഹണ്ടിങ് ഗാദറിങ് ആൻഡ് ഫുഡ് പ്രൊഡ്യൂസിങ് സൊസൈറ്റീസ്, ആ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള സൊസൈറ്റികൾ, അതിൻ്റെ സോഷ്യൽ സ്ട്രക്ചറുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ ഡെവലപ്മെന്റുകൾ, സാമൂഹികമായ വികസനങ്ങൾ. അപ്പം ഫുഡ് ഗാദറിങ്, ഹണ്ടിങ് നടന്നു, ഫുഡ് ഗാദറിങ് നടന്നു, അതിൽ നിന്ന് ഫുഡ് പ്രൊഡ്യൂസിങ്ങിലേക്ക് മാറി, സമൂഹം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് മാറി. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള സോഷ്യൽ ഡെവലപ്മെന്റുകൾ, സാമൂഹികമായിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. അപ്പോൾ ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റിയെ നമ്മൾ ബാൻഡ് ലെവൽ, അപ്പോൾ
സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്നത് അതൊരു ബാൻഡ് ലെവൽ ഡെവലപ്മെന്റ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ഡെവലപ്മെന്റിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ബാൻഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ബാൻഡ് ലെവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും, സോഷ്യൽ സ്ട്രക്ചർ ആയിരിക്കും. അതിനുശേഷം നമ്മൾ പറയുന്നത് ഫുഡ് പ്രൊഡ്യൂസിങ് സൊസൈറ്റികളാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രൈബൽ ലെവലായിരിക്കും. അപ്പം ട്രൈബൽ ലെവൽ എന്ന് പറയുന്നത് പിന്നീട് ലോകത്തുണ്ടാകുന്ന ഇന്ത്യയിൽ ഉണ്ടാകുന്ന മുഴുവൻ എന്താണ് സോഷ്യൽ സ്ട്രക്ചറുകളുടെയും ഒക്കെ അടിസ്ഥാനം ബേസിക് എന്ന് പറയുന്നത് ട്രൈബൽ ലെവലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റുകളെ കുറിച്ചായിരിക്കും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് തുടങ്ങിയ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ഈ ഒരു കാലഘട്ടത്തിലെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലീസ്റ്റോസീൻ എന്ന് പറയുന്നത് BC 10,000, ഏകദേശം ഒരു 10,000 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്ലീസ്റ്റോസീൻ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 10,000 BC 10,000 എന്ത് ചെയ്യുന്നു, പ്ലീസ്റ്റോസീൻ അവസാനിച്ച് ഹോളോസീൻ, നമ്മളിപ്പം ജീവിക്കുന്ന ഹോളോസീൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അപ്പോൾ ഹോളോസീൻ ആരംഭിക്കുന്നുണ്ട് 10,000 മുതൽ. അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ള ഒരു വലിയ ക്ലൈമറ്റിക് ചേഞ്ച് വേൾഡിൽ നടന്നിട്ടുണ്ട്. അത്രയും കാലം വളരെ തണുപ്പ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ക്ലൈമറ്റ് ഏകദേശം മാറിയത് ഹോളോസീൻ ആരംഭിച്ചത് BC 10,000 മുതലാണ്. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ പാലിയോലിത്തിക് സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പ്രാചീന ശിലായുഗത്തെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ ഈ പ്രാചീന ശിലായുഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുന്നു, ഒന്ന് പുനർനിർമ്മിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു കാര്യം കൂടി നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്കറിയാം പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, നമ്മൾ ആ വേർഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കിയാൽ, പാലിയോ എന്ന് പറഞ്ഞാൽ പ്രാചീനം എന്നാണ് അർത്ഥം. അതുപോലെ ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഏജ്, ലിത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം. ഓക്കെ, ഗ്രീക്ക് വേർഡാണ്. പാലിയോ മീൻസ് ഓൾഡ്, ലിത്തിക് മീൻസ് സ്റ്റോൺ ഏജ്, സ്റ്റോൺ എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഗ്രീക്ക് വേർഡുകളാണ്. പാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ ഏർലി സ്റ്റോൺ ഏജ്. ഓക്കെ, അതായത് പ്രാചീന ശിലായുഗം, ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ റിലേറ്റ് ചെയ്തു പറയുമ്പോൾ ഇതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എവിഡൻസ് ഫോർ ഹ്യൂമൻ ഗോസ് ബാക്ക് ടു അബൌട്ട് 1.9 മില്യൺ ഇയേഴ്സ് അഗോ. മനുഷ്യന്റെ ആദ്യത്തെ എവിഡൻസുകൾ നമുക്ക്, മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ എവിഡൻസുകൾ നമുക്ക് ലഭിക്കുന്നത് 1.9 മില്യൺ അഥവാ 19 ലക്ഷം. ഓക്കെ, 19 ലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ്, ഏകദേശം റൗണ്ടാക്കി പറയുകയാണെങ്കിൽ 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് നമുക്ക് ഈ പറയുന്ന ആദ്യമായിട്ടുള്ള എവിഡൻസുകൾ കിട്ടുന്നത്. അത് കിട്ടുന്നത് റാവൽപിണ്ടിയിൽ നിന്നാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് റാവൽപിണ്ടിയിൽ നിന്നാണ്, പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ നിന്നാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഏർലിയസ്റ്റ് എവിഡൻസുകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമുക്ക് ഇതിന്റെ ഒരു കാലഘട്ടം, പാലിയോലിത്തിക്കിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 20 ലക്ഷം വർഷം മുതൽ BC 10,000 വരെയുള്ള ഒരു പീരീഡാണ്. BC 20 മിയ എന്ന് പറയുമ്പോൾ മില്യൺ ഇയേഴ്സ് എഗോ, 2 ദശലക്ഷം 20 ലക്ഷം വർഷം മുതൽ BC 10,000 വരെയുള്ള ഒരു കാലഘട്ടം, ആ ഒരു ഗ്യാപ്പാണ് നമ്മുടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദ വേർഡ് പാലിയോലിത്തിക് മീൻസ് നമ്മൾ പറഞ്ഞു ഓൾഡ് സ്റ്റോൺ ഏജ് ആണെന്ന് പറഞ്ഞു. ഈ പീരീഡിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലുണ്ടായിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോൺ ആണ് ഉപയോഗിച്ചത്, ടൂളായിട്ട് സ്റ്റോൺ ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന സ്റ്റോണിൽ തന്നെ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്.
ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാലിയോലിത്തിക്കിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്ന രീതിയിൽ 3ആയി തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോവർ പാലിയോലിത്തിക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, 1 മില്യൺ ഇയേഴ്സ് എഗോ അഥവാ 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. മീൻസ് അതുമുതലാണ് ലോവർ പാലിയോലിത്തിക് വരുന്നത്. മിഡിൽ പാലിയോലിത്തിക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 80,000 ഇയേഴ്സ് ബിഫോർ പ്രസന്റ്. ഇന്ന് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 80,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടം, ഒരു 40,000 വർഷത്തിന്റെ ഒരു കാലഘട്ടമാണ് മിഡിൽ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത് 40,000 വർഷം മുൻപ് മുതൽ 10,000 വർഷം മുൻപ് വരെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വേർതിരിക്കലാണ്. കൃത്യമായിട്ട് 10,000 വർഷങ്ങൾക്ക് മുന്നേ ഇത് അവസാനിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഡിഫറൻഷിയേഷനുകൾ അല്ലെങ്കിൽ വേർതിരിക്കലുകൾ സാധ്യമാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി ഈ ലോവർ പാലിയോലിത്തിക് ഇന്റെ കാലഘട്ടത്തിൽ 2 തരം ടൂൾസുകളാണ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു ടൂൾസിൽ തന്നെ ഓരോ കാലഘട്ടത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റുകൾ, കുറച്ച് റഫ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് വരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകൂടെ മൂർച്ചയുള്ള ഉപകരണങ്ങൾ, സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം വലിപ്പം കുറഞ്ഞവ ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ മൂർച്ചയുള്ള ഉപകരണങ്ങൾ, സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ സ്റ്റോൺ ടൂൾസിൽ തന്നെ ഡെവലപ്മെന്റ്സുകൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ലോവർ പാലിയോലിത്തിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു കാലഘട്ടത്തിൽ 2 തരം, ചോപ്പിംഗ് ടൂൾസും ഹാൻഡ് ആക്സും, മഴുക്കളും ചോപ്പേഴ്സുമാണ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. മിഡിൽ പാലിയോലിത്തിലേക്ക് എത്തുമ്പോൾ ഫ്ലേക്ക് ഇൻഡസ്ട്രീസ് ആൻഡ് ദ പ്രിഫേർഡ് ടൂൾസ് വർ സ്ക്രാപ്പേഴ്സ് പോലുള്ള ഫ്ലേക്ക് ടൂൾസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി മൂർച്ചയുള്ള ടൂൾസുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ ലോവർ പാലിയോലിത്തിക്കിൽ ഉപയോഗിച്ചിരുന്ന റോ മെറ്റീരിയൽ, സ്റ്റോൺ ടൂൾസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോഡ്സൈറ്റ് ആയിരുന്നു അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി മിഡിൽ പാലിയോലിത്തിക്കിൽ കുറച്ചുകൂടെ ഫൈൻ ഗ്രൈൻഡ് സ്റ്റോൺസ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മീൻസ് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫൈൻ ആയിട്ടുള്ള, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഗ്രൈൻഡ് സ്റ്റോൺസ്, കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുക. ഇനി ലോവർ പാലിയോലിത്തിക്കിലും മിഡിൽ പാലിയോലിത്തിക്കിലും ടൂൾ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം അന്ന് കിട്ടുന്ന കല്ലുകൾ തന്നെ അതേപടി ഉപയോഗിച്ചതായിരിക്കാം ആ കാലഘട്ടത്തിലെ മനുഷ്യർ. പിന്നീട് വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി മൂർച്ചയുള്ളത് വേണമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവരത് ചെത്തി മിനുക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ തുടക്കുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ ടൂൾസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടെക്നോളജി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൽ വലിയ മാറ്റങ്ങൾ, റിയൽ ചേഞ്ച് ഇൻ ടൂൾ മേക്കിംഗ് ടെക്നോളജിയിൽ വരുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പർ പാലിയോലിത്തിക്കിലാണ്. അപ്പോൾ പാലിയോലിത്തിക്കിൽ തന്നെ, പ്രാചീന ശിലായുഗത്തിൽ തന്നെ ഏറ്റവും അവസാന കാലഘട്ടമാണ് അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സ്റ്റോൺ ടൂൾസിലൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന, നിങ്ങൾക്ക് സ്ലൈഡിന്റെ ഒരു സൈഡിൽ പിക്ചർ കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന റോ മെറ്റീരിയൽ, ഈ കല്ലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള, നല്ല രീതിയിലുള്ള, ഉറപ്പുള്ള, മൂർച്ചയുള്ള ഗ്രൈൻഡ് സ്റ്റോൺസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സം എമൗണ്ട് ഓഫ് മാസ് പ്രൊഡക്ഷൻ, ടൂൾസ് വളരെ വലിയ തോതിൽ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം അപ്പർ പാലിയോലിത്തിക്കിൽ ബോൺ വാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. അതായത് മൃഗങ്ങളുടെ, ഇവർ വേട്ടയാടി പിടിക്കുന്ന, ഇവർ എന്ത് ചെയ്യുന്നു, കല്ലുകൾ ഉപയോഗിച്ച് വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ ഉണ്ടാകും. ഇവർ എറിഞ്ഞു വീഴ്ത്തുന്നതുണ്ടാകാം, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നതുണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ഇവർ കല്ലുകൾ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. അത്തരത്തിൽ വേട്ടയാടുന്ന മൃഗങ്ങൾ അവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അവരിൽ നിന്നും, ഈ മൃഗങ്ങളിൽ നിന്നുമുള്ള എല്ലുകൾ, ബോൺസ് അവരെന്ത് ചെയ്യുന്നു, എല്ലുകൾ അവര്
പിന്നീട് അവരുടെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എല്ലുകൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, നല്ല മൂർച്ചയുള്ളവയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലുകൾ അവർ പിന്നീട് അവരുടെ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ സ്ലൈഡിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് അവർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നുണ്ടാവാൻ സാധ്യതയുള്ള എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില ബോൺ ടൂൾസ് ആണ് നമുക്ക് മുകളിൽ ഇപ്പം കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൂൾസിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ടൂൾ സൈസ്. ടൂൾ സൈസിൽ അവരുണ്ടാക്കുന്ന ഉപകരണങ്ങളുടെ സ്റ്റോൺ ടൂൾസിന്റെ തന്നെ സൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിപ്പത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ആദ്യകാലത്ത് വലിയ ടൂൾസുകളായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് അവർ ടൂൾസിന്റെ വലിപ്പം, അവരുപയോഗിക്കുന്ന ടൂൾസിന്റെ വലിപ്പം വലിയ തോതിൽ കുറയാൻ തുടങ്ങുന്നുണ്ട്. ഇതിന്റെ ഒരു ലോവർ ആൻഡ് മിഡിൽ പാലിയോലിത്തിക് ഹ്യൂമൻ ടൂൾസിന്റെ, മനുഷ്യൻ ഉപയോഗിച്ച ടൂൾസിന്റെ ഒക്കെ എന്ത് ചെയ്യുന്ന ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എവിഡൻസുകൾ കിട്ടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഹോഷങ്കാബാദിലെ ആദംഗഡ് ഹില്ലിൽസാണ്. ആദംഗഡ് ഹിൽ ഇൻ ഹോഷങ്കാബാദ് ഡിസ്ട്രിക്ട് ഓർ ഭീംബെഡ്ക എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആൻഷ്യൻ പീരീഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എവിഡൻസുകൾ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഭീംബെഡ്ക എന്ന് പറയുന്നത്. ഭീംബെഡ്കയിലെ ആദംഗഡ് ഹില്ലിൽ ഹോഷങ്കാബാദ് ഡിസ്ട്രിക്റ്റിലെ ആദംഗഡ് ഹില്ലിലാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിലുള്ള എവിഡൻസുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പാലിയോലിത്തിക് സ്റ്റോൺ ടൂൾസുകൾ വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഹാബിറ്റേഷൻ സൈറ്റ്സ് ഇൻ റോക്ക് ഷെൽട്ടേഴ്സ്. അപ്പം ഒരു കാലഘട്ടത്തിൽ അവർ റോക്ക് ഷെൽട്ടേഴ്സ് അഥവാ ഗുഹകൾ, ഇത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ താമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ അത്തരം അവർ താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇത്തരം പാലിയോലിത്തിക് ടൂൾസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറി സൈറ്റ്സ് നിയർ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ വർ ടൂൾസ് വർ മെയ്ഡ്. അഥവാ ഈ അവർക്ക് സ്റ്റോൺ ടൂൾസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ലഭ്യമായ പ്രദേശങ്ങൾ, കൂടുതൽ അളവിൽ ലഭ്യമായ പ്രദേശങ്ങൾ ഉണ്ടാകും. അപ്പൊ നല്ല നല്ല കല്ലുകൾ കിട്ടുന്ന പാറപ്രദേശങ്ങൾ ഉണ്ടാകും. ആ പ്രദേശങ്ങളിലും വലിയ തോതിൽ, വലിയ അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പാലിയോലിത്തിക് ടൂൾസ് കിട്ടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റോക്ക് ഷെൽട്ടേഴ്സ് വേർ ഏർലി മാൻ മേ ഹാവ് ലിവ്ഡ് ഫോർ പീരീഡ്സ് ഓഫ് ടൈം. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിലായിരിക്കാം, റോക്ക് ഷെൽട്ടേഴ്സ് പോലുള്ള പ്രദേശങ്ങളിൽ അത്തരം പ്രദേശങ്ങൾ, അതായത് പാറപ്രദേശങ്ങളിൽ ഗുഹകളിലൊക്കെ ആയിരിക്കാം, പാറ കൊണ്ടുള്ള ഗുഹകളിലൊക്കെ ആയിരിക്കാം ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ കൂടുതലായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തിക്ലി വെജിറ്റേറ്റഡ് ഏരിയാസ്, അതായത് ഭയങ്കരമായിട്ട് ബയോഡൈവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കാടുകളും ഈ മരങ്ങളും സസ്യജീവജാലങ്ങളും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ, വെജിറ്റേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള പാലിയോലിത്തിക് ഏജിന്റെ എവിഡൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വലിയ തോതിൽ കാണാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നമുക്ക് അത്ര വലിയ തോതിൽ പാലിയോലിത്തിക് സൈറ്റുകളുടെ എക്സാമ്പിളുകൾ അല്ലെങ്കിൽ എവിഡൻസുകൾ, സൈറ്റുകൾ കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന, വലിയ തോതിൽ കാണാൻ പറ്റുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയാസ്, അതുപോലെ തന്നെ ഗാഞ്ചസ് പ്ലെയിന്, സെൻട്രൽ ഇന്ത്യ, മാർജിൻസ് ഓഫ് ദി താർ ഡെസേർട്ട്, മച്ച് ഓഫ് സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ. ഇത്തരം പ്രദേശങ്ങളിലാണ് നമുക്ക് കൂടുതൽ അളവിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പാലിയോലിത്തിക് ഏജിന്റെ എവിഡൻസുകൾ കാണാൻ പറ്റുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കേരള പോലുള്ള പ്രദേശങ്ങളിൽ, നോർത്ത് ഈസ്റ്റിൽ നമുക്ക് വലിയ തോതിൽ എവിഡൻസുകൾ കാണാൻ പറ്റുന്നില്ല. ഇനിയുള്ളത് പാലിയോലിത്തിക് ഏജുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ വരച്ചു വെച്ചിട്ടുള്ള ആർട്ട് ഫോമുകളാണ്, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന റോക്ക് ഷെൽട്ടറുകളിലാണ് നമ്മളെന്ന് പറഞ്ഞു. അപ്പം ഈ പാറ കൊണ്ടുള്ള ഗുഹകളിലൊക്കെ ആയിരിക്കും. ഇത്തരം ഗുഹകളിൽ അവർക്ക് കിട്ടുന്ന പാറ കൊണ്ടുള്ള ഗുഹകളിൽ പാറകളായിരിക്കും ചുമരുകളായിട്ട് വരുന്നത്. അപ്പൊ ആ ചുമരുകളിൽ, പാറകളിൽ അവർ കിട്ടുന്ന സമയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഇൻസിഡന്റുകൾ, കാര്യങ്ങളൊക്കെ അവർ ചിത്രമായി വരച്ചു വെക്കുന്നുണ്ട്, കോറിയിടുന്നുണ്ട്. അത്തരം പെയിന്റിങ്സ്, ഈ ആർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് എവിഡൻസുകൾ അല്ലെങ്കിൽ അറിവ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം സ്ലൈഡിൽ കാണുന്നത് ഭീംബെഡ്കയിൽ നിന്നും കിട്ടിയിട്ടുള്ള ആർട്ട് ഫോമുകളാണ് ഇപ്പം നിങ്ങൾ സ്ലൈഡിൽ കാണുന്നൊരു പിക്ചർ എന്ന് പറയുന്നത്.
Shelters with painting are commonly found where rock formation are available, such as the extensive sandstone formation of central India. സെൻട്രൽ ഇന്ത്യ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആർട്ട് ഫോമുകൾ കിട്ടുന്നത്. സെൻട്രൽ ഇന്ത്യക്ക് പുറമെ ലഡാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേറ്റഡ് ഓസ്ട്രിച്ച് എക്സെല്, അത് ഒട്ടകപക്ഷിയുടെ മുട്ട ഡെക്കറേറ്റ് ചെയ്ത്, അത് വളരെ റീസെന്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഓസ്ട്രിച്ച് എക്സെല് രാജസ്ഥാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാട്നയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 40,000 വർഷങ്ങൾക്ക് മുന്നേയും 25,000 വർഷങ്ങൾക്ക് മുന്നേയും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഏർലി പെയിന്റിംഗ് ലാർജ്ലി സെന്റേഴ്സ് ഓൺ സെൻസ് ഓഫ് ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങും. ഇവർ വരയ്ക്കുന്ന ഈ ചിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ്, അഥവാ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. മൃഗങ്ങളെ വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും ഒക്കെയാണ് ഇത്തരം ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റിംഗ് എക്സാമ്പിൾ ഓഫ് പ്രീഹിസ്റ്ററിക് ആർട്ട് ഈസ് നോട്ട് ഈസി. അത് വളരെ ഇതിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ഒരു പെയിന്റിങ്സിന്റെ ഒരു കാലഘട്ടമായിട്ട് ഏകദേശം പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം പെയിന്റിങ്ങുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് പറയുന്നത് 40,000 വർഷങ്ങൾക്ക് മുന്നേ മുതൽ 1000 AD വരെയുള്ള ഒരു കാലഘട്ടം. ഇതിനിടയ്ക്കൊക്കെ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രദേശത്തും ഇത്തരം ലഭിക്കുന്ന എവിഡൻസുകളിൽ, ഇത്തരം ആർട്ട് ഫോമുകളിൽ ഒരു ചിത്രത്തിന് മുകളിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു ചിത്രം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ, അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റുകളും ഹിസ്റ്റോറിയൻസും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സെയിം സ്ഥലത്ത് തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ പ്രാവശ്യം ജീവിച്ച ആളുകൾ ഒരു ചിത്രം വരച്ചു, അതിനുശേഷം വന്ന ആളുകൾ അതിന് മുകളിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു ചിത്രം വരച്ചു. ഇത്തരം എക്സാമ്പിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭീംബേഡ്കയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ VS വഗാങ്കർ എന്ന് പറയുന്ന വ്യക്തി കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഗ്രീൻ പിഗ്മെന്റ് കൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിലെ പെയിന്റിങ്സിനെ, ഏർലി പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ പെയിന്റിങ്സിനെ കാണിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രീൻ പിഗ്മെന്റിലുള്ള ചിത്രങ്ങളൊക്കെ. അപ്പം അത്തരത്തിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്തുകൊണ്ട് പിന്നീട് വന്ന ആളുകൾ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചിത്രങ്ങളൊക്കെ തന്നെയും അവരുമായിട്ട് വളരെ റിലേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അവർ വരച്ചു വെക്കുന്നത്. ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങും ഒക്കെ തന്നെയായിരിക്കും അവർ വരയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റിയിലെ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, സാമൂഹിക ഘടന എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇറങ്ങേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു എക്സാമ്പിൾ, ഒരു പ്രദേശത്തെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക് സൈറ്റ് ആയിട്ടുള്ള ബുദ്ധ പുഷ്കർ, താർ ഡിസേർട്ടിലെ, രാജസ്ഥാനിലെ താർ ഡിസേർട്ടിലെ ബുദ്ധ പുഷ്കർ എന്ന് പറയുന്ന പ്രദേശത്തില്, അതൊരു മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജിലെ സൈറ്റ് ആണ്. ആ ഒരു കാലഘട്ടത്തിലെ സൈറ്റ്, ബുദ്ധ പുഷ്കർ സൈറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചറുകളെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്നത്. ഈ ആർട്ടിഫാക്ട്സുകൾ, ഇത്തരം പുരാതന വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് അവിടെ ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ ലിവിങ് ആൻഡ് മൾട്ടി ആക്ടിവിറ്റി സൈറ്റ്സ്. ഒരു ചെറിയ ലിവിങ് ഏരിയയാണ്. അതുപോലെ തന്നെ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികൾ നടന്നിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മേ ഹാവ് ക്യാമ്പഡ് ഹിയർ പീരിയോഡിക്കലി, മനുഷ്യന്മാര് ഗ്രൂപ്പുകളായിട്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത പീരീഡുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്ക് കാണിച്ചിരുന്നത് വുഡ് നോട്ട് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ആൻഷ്യൻ സൊസൈറ്റി. ആൻഷ്യൻ സൊസൈറ്റിയെ നമുക്ക് അത്ര കണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ മാത്രം മതിയാവില്ല. ആന്ത്രോപോളജിക്കൽ എവിഡൻസുകളും എത്നോഗ്രാഫിക് ഡാറ്റയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്തരം പറയുന്ന ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ,
ഓക്കെ, ഇതിൽ അങ്ങനെയുള്ള പഠനത്തിലൂടെ ഈ പറയുന്ന എത്നോഗ്രാഫിക് പഠനവും ആന്ത്രോപോളജിക്കൽ പഠനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്, ഈ പറയുന്ന പാലിയോലിത്തിക് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാൻഡ് ലെവൽ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ് ബാൻഡ് ലെവൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ദ ടേം ബാൻഡ് ഈസ് യൂസ്ഡ് ടു സിഗ്നിഫൈ വെരി സ്മോൾ ഗ്രൂപ്പ് വിത്ത് ഫ്ലെക്സിബിൾ മെമ്പർഷിപ്പ്. ഒരു വളരെ 20 മുതൽ 50% വരെയുള്ള ഒരു ഗ്രൂപ്പാണ്, ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ബാൻഡ് ലെവൽ എന്ന് പറയുന്നത്. ഇത്തരം ബാൻഡ് ലെവൽ ഓർഗനൈസേഷനുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ പാലിയോലിത്തിക് പീരീഡിൽ എവിടെ ഉണ്ടായിരുന്നത്, നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക. അവിടെ ഉണ്ടായിരുന്നത് ഫ്ലെക്സിബിൾ മെമ്പർഷിപ്പ് ആയിരുന്നു. അതായത് സ്ഥിരമായിട്ടൊരു മെമ്പർഷിപ്പ് ആയിരിക്കില്ല. കുറച്ചു കാലം ഒരാളുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് ആ ഗ്രൂപ്പ് ഡിസ്പേഴ്സ് ചെയ്ത് പോകും, വേറെ ആളുകൾ വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യും. നമുക്ക് തോന്നുന്നു കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ബാൻഡ് ലെവലിൽ ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് അത് ഡിസ്കസ് ചെയ്യും. ദ ഫാമിലി ഈസ് എ എസെൻഷ്യൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് ഫോറേജിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഭക്ഷണം തേടുന്ന ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഫാമിലികളാണ് ഇതിന്റെ എസെൻഷ്യൽ, ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ബാൻഡ് ലെവൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ നമ്മൾ പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചറുകളിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഫോം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ബാൻഡ് ലെവൽ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലികളാണ്, ഓരോ കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങൾ എന്തായിരിക്കും? ഫോറേജിങ് ആക്ടിവിറ്റീസ്, ഭക്ഷണം തേടുന്ന ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരിക്കും. ഈ പറയുന്ന ഇതിൽ ഫാമിലിയിലെ മൂത്ത ആളുകളായിരിക്കും അതിൻ്റെ ഒരു ലീഡ് പൊസിഷനിൽ ഉണ്ടാവുക. സ്ഥിരമായിട്ട് ഒരു ലീഡർ തന്നെ ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ ആളുകൾ, ദ മെമ്പർഷിപ്പ് ഓഫ് സച്ച് ഗ്രൂപ്പ്സ് മേ ഹാവ് ചേഞ്ച്ഡ് ഫ്രം ഹണ്ട് ടു ഹണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു വേട്ടയാടലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പ് കഴിഞ്ഞാൽ, ആ ഹണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വേട്ടയാടൽ കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡിസ്പേഴ്സ് ചെയ്ത് പോവും, വേറെ ഗ്രൂപ്പ് ഫോം ചെയ്യും. അത്തരം രീതിയിലാണ് ഈ ബാൻഡ് ലെവൽ സോഷ്യൽ ഓർഗനൈസേഷനും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന സൊസൈറ്റികൾ, ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റികൾ ബാൻഡ് ലെവൽ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈൽഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, വൈൽഡ് പ്ലാന്റ്സിലും ആനിമൽസിലുമായിരുന്നു പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിലെ പുരുഷന്മാരുടെ ജോലിയായിരുന്നു. വൈൽഡ് പ്ലാന്റ്സിൽ നിന്നും ഫുഡ് ഗ്യാദർ ചെയ്യുന്നത് സ്ത്രീകളുടെ ഒരു ജോലിയായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ഭക്ഷണങ്ങൾ കുറെ കാലത്തേക്കൊന്നും വേണ്ടിയിട്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താണോ ആ മനുഷ്യന് ആവശ്യമുള്ളത് എന്ത് ചെയ്യും? അവരത് അപ്പം കളക്ട് ചെയ്യും. സർപ്ലസ് ആയിട്ട്, അതായത് വരും കാലത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വരും കാലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും സർപ്ലസ് ആയിട്ട്, മിച്ചമായിട്ട് അവരൊരിക്കലും ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാലഘട്ടത്തിൽ അർബനൈസേഷൻ ഒക്കെ വരാനുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സർപ്ലസ് ആണ് അതിൻ്റെയൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് എന്താണ് അതിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന പാലിയോലിത്തിക് ഏജിൽ ഇവർ ഒരിക്കലും തന്നെ സർപ്ലസ് പ്രൊഡക്ഷന് അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു രീതി ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബാൻഡ് ലെവൽ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ്. ഇക്വാലിറ്റിയുള്ള, സമത്വമുള്ള, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണപ്പെടാത്ത ഒരു സൊസൈറ്റിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 2 kinds ഓഫ് സോഷ്യൽ യൂണിറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഫാമിലിയും, കംപ്രൈസിങ് ഓഫ് ഫാമിലി ആൻഡ് ബാൻഡ്സ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ്. ഫാമിലിയും ബാൻഡ്സ് ഓഫ് റിലേറ്റഡ് ഫാമിലീസുമാണ് അതിൻ്റെ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഫോർമൽ പെർമനന്റ് ഓർ ഹെറിഡിറ്ററി ലീഡർഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആ കുടുംബത്തിൽ ആരാണോ അല്ലെങ്കിൽ ആ ബാൻഡിൽ ആരാണോ 20 മുതൽ 50 പേര് വരെ വരുന്ന ഒരു ഗ്രൂപ്പാണല്ലോ ബാൻഡ് ലെവൽ ഓർഗനൈസേഷൻ. അതിൽ ആരാണോ മൂത്ത ആള്, അല്ലെങ്കിൽ നമ്മളൊരു വേട്ടയാടലിന് പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, ആ ഗ്രൂപ്പിൽ ആരാണോ ഏറ്റവും മൂത്ത ആള്, ഹി വിൽ ബി ദ ലീഡർ. അദ്ദേഹമായിരിക്കും അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേട്ടയാടാൻ പോകുമ്പോൾ ഏറ്റവും സ്കിൽ ആർക്കാണോ ഹി മേ ബി ദ അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഇന്ന ബാൻഡിന് ഈ ഒരു ടെറിട്ടറി എന്ന് പറയുന്ന രീതിയൊന്നുമില്ല. ഈ ഒരു ടെറിട്ടറിയിലായിരിക്കും ഇന്ന ബാൻഡ് സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെയൊന്നും അതിലില്ല. എന്ത് ചെയ്യാണ്? പ്രത്യേകിച്ച് ടെറിട്ടറികളോ അതിർത്തികളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന പാലിയോലിത്തിക് ഏജിലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അഥവാ ബാൻഡ് ലെവൽ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ബിലീഫ്, വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടമിസ്റ്റിക് ബിലീഫാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ടോട്ടമിസ്റ്റിക് ബിലീഫ് എന്ന് പറയുന്നത്? മനുഷ്യന്മാര് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർക്ക്
ഭൂമിയിൽ തന്നെയുള്ള സ്പെഷ്യൽ മൃഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സസ്യങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രക്തബന്ധമോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റിലേഷനോ ഒക്കെ ഉണ്ട് എന്ന് അവർ വാദിക്കുകയും അതിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ടോട്ടമിസ്റ്റിക് ബിലീഫ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടമിസ്റ്റിക് ബിലീഫിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം അവിടുത്തെ കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് സിംഹവുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്താണോ അവരുടെ കയ്യിലുള്ളത് മീൻസ് കാണുന്നത് ആ മൃഗവുമായിട്ട് ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു സോഷ്യൽ റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കിൻഷിപ്പ് റിലേഷൻ ഉണ്ട്, രക്തബന്ധമുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേഷൻസ് ഉണ്ട് എന്ന് വാദിക്കുകയും അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നങ്ങൾ ആ ഒരു വിശ്വാസം കൊണ്ട് നടക്കുകയും ചെയ്യുക എന്നതാണ് ടോട്ടമിസ്റ്റിക് ബിലീഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒക്കെ എവിഡൻസുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പെയിന്റിങ്സിൽ നിന്നും എൻഗ്രേവ്സിൽ നിന്നും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കിട്ടുന്നത് എന്നും മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പാലിയോലിത്തിക് ഏജും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചർ, സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ബാൻഡ് ലെവൽ സോഷ്യൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ എന്താണ് ബാൻഡ് ലെവൽ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ എന്ന്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമുക്ക് ഇനിയുള്ളത് മെസോലിത്തിക്, നിയോലിത്തിക് കണ്ടിന്യൂം ആൻഡ് ദ പ്രോസസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ പാലിയോലിത്തിക് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മെസോലിത്തിക്, നിയോലിത്തിക് പീരീഡിനെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പാലിയോലിത്തിക്കിൽ നിന്നും നിയോലിത്തിക് പീരീഡിലേക്കുള്ള മാറ്റത്തിനിടയ്ക്ക് ഒരു ട്രാൻസിഷൻ പീരീഡാണ് മെസോലിത്തിക് എന്ന് പറയുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മെസോലിത്തിക് പീരീഡ്, നിയോലിത്തിക് പീരീഡ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയായിരുന്നു, ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 10,000 വർഷങ്ങൾക്ക് മുന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലീസ്റ്റോസീൻ എന്ന് പറയുന്ന കാലഘട്ടം അവസാനിച്ചിട്ട് ഹോളോസീൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹോളോസീൻ എന്ന് പറയുന്നത്. അതൊരു ജിയോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമിയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ലാസിഫിക്കേഷനുകളാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന, നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഈ പറയുന്ന പ്ലീസ്റ്റോസീനും ഹോളോസീനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതായത് മൊത്തം ഭൂമിയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ അതിനെ 4 ഇയോണുകളായിട്ടും, ഓരോ ഇയോണുകളെ ഇറകളായിട്ടും, പീരീഡുകളായിട്ടും, എപ്പോക്കുകളായിട്ടും, ഏജുകളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഭൂമിയുടെ ഹിസ്റ്ററിയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്, ഹോളോസീൻ ആണ്. ഈ ഹോളോസീൻ എന്ന് പറയുന്ന ഈ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുന്നത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ്, BC 10,000-ലാണ് നമ്മൾ ഈ പറയുന്ന പ്രസന്റ് ഹോളോസീൻ എന്ന് പറയുന്ന കാലഘട്ടം ആരംഭിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ക്ലൈമറ്റിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി. പ്ലീസ്റ്റോസീനിൽ വളരെ തണുപ്പുള്ളൊരു കാലഘട്ടമായിരുന്നു, മഞ്ഞിനാൽ മൂടപ്പെട്ട പ്രദേശമായിരുന്നു ഭൂമിയിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ വാർമർ ക്ലൈമറ്റിലേക്ക് മാറുകയും ഇന്ന് കാണുന്ന സ്റ്റേബിൾ ക്ലൈമറ്റിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഹോളോസീൻ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മീൻസ് അതുമുതലാണ് എന്ത് ചെയ്യുന്നത്, മെസോലിത്തിക്, നിയോലിത്തിക് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ മനുഷ്യന്മാര് ഈ പറയുന്ന ക്ലൈമറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു വലിയ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനോട് ഇണങ്ങിക്കൊണ്ട്, ആ സാഹചര്യങ്ങളോട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് മെസോലിത്തിക് പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് പാലിയോലിത്തിക്കിനും നിയോലിത്തിക്കിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ പീരീഡാണ് മെസോലിത്തിക് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയാണ് എവിടെ ഉണ്ടായിരുന്നത്, പാലിയോലിത്തിക്കിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡ്യൂസിങ് സൊസൈറ്റിയാണ് നിയോലിത്തിക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ രണ്ട് സൊസൈറ്റികൾക്കിടയിലുള്ള ഈ ഒരു മാറ്റത്തിന്റെ സമയം രണ്ടും ചെറിയ തോതിൽ കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മെസോലിത്തിക് എന്ന് പറയുന്നത്.
ആ ഒരു മെസോലിത്തിക് പീരീഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. മെസോലിത്തിക് സ്റ്റേജ് ഇൻ ഇന്ത്യ നോട്ട് ക്ലിയർലി ട്രാൻസിഷണൽ ബിറ്റ്വീൻ പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അതായത് മെസോലിത്തിക് എന്ന് പൊതുവേ നമ്മൾ വേൾഡ് കൺസെപ്റ്റിൽ പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ എന്താണ് ഒരു കൺസെപ്റ്റ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പാലിയോലിത്തിക് പീരീഡിനും നിയോലിത്തിക് പീരീഡിനും ഇടയിലുള്ള ഒരു കാലം മെസോലിത്തിക് എന്ന് പറയുന്ന കാലത്തെ കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് മീൻസ് പറഞ്ഞു വെക്കാൻ പറ്റില്ല. അതിനുള്ള എവിഡൻസുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. പക്ഷേ അതേസമയം സൈറ്റ്സ് ഇൻ സം കേസസ് കണ്ടംപററി ടു നിയോലിത്തിക് ആൻഡ് ചാൽക്കോലിത്തിക് കൾച്ചർ. ഇന്ത്യയിലെ മെസോലിത്തിക് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയിലെ തന്നെ നിയോലിത്തിക് സൈറ്റുകളുമായിട്ടും ചാൽക്കോലിത്തിക്, ഇപ്പം ഇന്ത്യയുടെ ഒരു ഭാഗത്തുള്ള മെസോലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിയോലിത്തിക് ആരംഭിച്ചിട്ടുണ്ടാകാം. സെയിം ടൈം ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ചാൽക്കോലിത്തിക് കൾച്ചറും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വെരി ഫ്യൂ സൈറ്റ്സ് ഹാവ് ബീൻ ഡേറ്റഡ്. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രോപ്പർലി മെസോലിത്തിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ചുരുക്കം ചില സൈറ്റുകളാണ്. ചോപ്പനി മണ്ടോ എന്ന് പറയുന്ന ബലൻവാലിയിലെ ഒരു സൈറ്റ്, രാജസ്ഥാനിലെ ബാഗോർ എന്ന് പറയുന്ന സൈറ്റ്, ഇത് രണ്ടുമാണ് നമുക്ക് ആ ഒരു മെസോലിത്തിക്കിന്റെ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മേ ഹാവ് ബീൻ പെർമനന്റ് ഓർ സെമി പെർമനന്റ് ഒരു സെറ്റിൽമെന്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് സ്മോൾ ഹട്ട്സ്, ചെറിയ ചെറിയ ഹട്ടുകളുടെ കൂട്ടങ്ങൾ കാണുന്നുണ്ട്. എർത്തേൺ ഫ്ലോർസ് കാണുന്നുണ്ട്. ഹേർട്സ്, അടുപ്പുകളാണ് ഹേർട്സ് എന്ന് പറയുന്നത്. അത്തരം ഹേർട്സുകൾ ഈ ഒരു കാലഘട്ടത്തിൽ സൈറ്റുകളിൽ നിന്ന് കാണുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ടൂൾസിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പരുക്കനായിട്ടുള്ള റഫ് സ്റ്റോൺ ടൂൾസ് ആണ് പാലിയോലിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മെസോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോൾ അതിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും അത് കുറച്ചുകൂടെ മൂർച്ചയുള്ള, കുറച്ചുകൂടെ ഫൈൻ ആയിട്ടുള്ള, ഗ്രൈൻഡ് ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള, അത്ര പോളിഷ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതേസമയം ലിത്തുകൾ അഥവാ വളരെ ചെറിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പം മൈക്രോലിത്തുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ട് ഇവർ വേട്ടയാടുന്നു. അതേസമയം ഇങ്ങനെ വേട്ടയാടുന്ന മൃഗങ്ങളെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കീറി മുറിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരം ചെറിയ മൈക്രോലിത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അത്തരം മൈക്രോലിത്തുകൾ ഉപയോഗിച്ചൊരു കാലഘട്ടമാണ് മെസോലിത്തിക് എന്ന് പറയുന്നത്. എന്നാൽ ഫ്രം ദ നിയർ ഈസ്റ്റ്, പ്രസന്റ് ഡേ സിറിയ, പാലസ്തീൻ, ഇസ്രായേൽ, ജോർദാൻ, തുർക്കി പറയുന്ന ഇറാഖ്, ഇറാൻ തുടങ്ങി പറയുന്ന പ്രദേശങ്ങളിൽ, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ the evidence for the transition to a Neolithic way of life is clear. നമ്മൾ ഈ പറയുന്ന മെസോലിത്തിക് പീരീഡിന് വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ, ഇന്ത്യയുടെ നിയർ ഈസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 10,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 8,000 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഹ്യൂമൻ സൊസൈറ്റീസ് ടെൻഡ് ടു ക്ലസ്റ്റർ അറൌണ്ട് വാട്ടർ ബോഡീസ്. ഈ അത്രയും കാലം നമ്മൾ പറഞ്ഞു ഉയർന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടറുകളിലാണ് ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു പീരീഡ് ക്ലൈമറ്റ് ഒക്കെ മാറി ഹോളോസീൻ ആരംഭിച്ചത് മുതൽ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ടെൻഡ് ടു ക്ലസ്റ്റർ അറൌണ്ട് വാട്ടർ ബോഡീസ്. ജലമുള്ള പ്രദേശങ്ങളിൽ വാട്ടർ ബോഡീസിന് ചുറ്റും അവർ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് താമസിക്കാൻ, മീൻസ് സെറ്റിൽമെന്റ് ഒരുക്കാൻ തുടങ്ങി. അപ്പം there is a shift from the hunting of big game to small animals preferring grassy areas. ആദ്യകാലങ്ങളിൽ വലിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്ന ഇവര് ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്ക് സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, വാട്ടർ ബോഡീസുമായി റിലേറ്റ് ചെയ്തിട്ട് സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. അതേസമയം ഇവരുടെ വലിയ മൃഗങ്ങൾ വേട്ടയാടുന്നതിൽ നിന്ന് മാറിയിട്ട് ചെറിയ മൃഗങ്ങളെ ഇവർ വേട്ടയാടാൻ തുടങ്ങി. ഏതൊക്കെ പോലെ ഡീർ, മാന്, ഷീപ്പ്, ആടുകളെ പോലുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ ഇവര് വേട്ടയാടാൻ തുടങ്ങി എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ ഈ പറയുന്ന മൊത്തം കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. അപ്പം ഇതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുക. അവർ ആദ്യകാലത്ത് ഭക്ഷണത്തിന് വേണ്ടി ശേഖരണം നടത്തുന്നു, ഹണ്ടിങ് നടത്തുന്നു, പിന്നീട് അവർ സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുന്നു, ചെറിയ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങുന്നു. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ദീസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വുഡ് ഷോർട്ട്ലി ബി ഡൊമസ്റ്റിക്കേറ്റഡ്. പിന്നെ കുറച്ച് കാലത്തേക്ക് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർക്ക് വേണ്ട ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ മൃഗങ്ങളെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ട ഭക്ഷണ വസ്തുക്കൾ, സസ്യങ്ങൾ അവർ വളർത്താൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേറ്റ്
അഥവാ നട്ട് വളർത്താൻ തുടങ്ങി, അല്ലെങ്കിൽ ആട് ഒക്കെ പോലത്തുള്ള ജീവികളെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇണക്കി വളർത്താൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം അറ്റ് ദ സെയിം ടൈം മെസോലിത്തിക് പീരീഡിൽ തന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇത്തരം വൈൽഡ് ഫോംസിലുള്ള ആനിമൽസിനെ അവർ വേട്ടയാടുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കാടുകളിലേക്ക് ഇറങ്ങി കാട്ടിലുള്ള ഭക്ഷണങ്ങൾ ശേഖരിക്കുകയും ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് തുടർന്ന് പോരുന്നുണ്ട്. അതേസമയം ഇവരെന്ത് ചെയ്യുന്നു, സെറ്റിൽഡ് ലൈഫിൽ ഇത്തരം മൃഗങ്ങളെ കൂടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന, ഇണക്കി വളർത്തുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ലോങ് പ്രോസസ്സാണ്. സമയമെടുത്ത് അവർക്ക് പറ്റുന്ന ജീവികളെ, അവരുമായിട്ട് ഇണങ്ങുന്ന ജീവികളെയൊക്കെ നോക്കി വളരെ സമയമെടുത്ത് ഇണക്കി ആണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഡൊമസ്റ്റിക്കേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. അങ്ങനെ അവർ ആദ്യമായിട്ട് ഇണക്കി വളർത്തുന്ന ജീവികൾ എന്ന് പറയുന്നത് നായയാണ് അവർ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയതെന്ന് പറഞ്ഞു. ഭക്ഷണത്തിന് വേണ്ടി ആകുമ്പോൾ അത് ആടുകളെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇണക്കി വളർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത്തരം ഡൊമസ്റ്റിക്കേഷൻ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടം ഈ മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. വേട്ടയാടി നടന്നിരുന്ന മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ, മൃഗങ്ങളെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഡൊമസ്റ്റിക്കേറ്റ്, ഇണക്കി വളർത്താൻ തുടങ്ങുന്നു. ഈ ഒരു കാലഘട്ടത്തെയാണ് ഗോർഡൻ വീൽ ചൈൽഡ് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെസോലിത്തിക്കിൽ നിന്ന് മാറിയിട്ട് നിയോലിത്തിക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചതിനെയാണ് ഗോർഡൻ വീൽ ചൈൽഡ് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത്, നിയോലിത്തിക് നവീന ശിലായുഗ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പം എന്താണ്, മനുഷ്യന്മാർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സസ്യമാണെങ്കിൽ അല്ലെങ്കിൽ സസ്യാഹാരമാണെങ്കിൽ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അവർക്ക് വേണ്ട ഭക്ഷണ വസ്തുക്കൾ അവർ നട്ടു വളർത്താൻ തുടങ്ങി. മൃഗങ്ങളാണെങ്കിൽ അവർ ഇണക്കി വളർത്താൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ലൈഡിൽ കാണുന്ന ആള് അതാണ് ഗോർഡൻ വീൽ ചൈൽഡ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഓക്കെ, നമുക്ക് ഈ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്ന ആശയത്തെ മുൻപോട്ട് വെച്ചിട്ടുള്ള ഗോർഡൻ വീൽ ചൈൽഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്ന സ്ലൈഡിൽ കാണുന്ന ആള്. ഈ പറയുന്ന ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഇവർ വളർത്താൻ തുടങ്ങി, സസ്യങ്ങളാണെങ്കിൽ നട്ടു വളർത്താൻ തുടങ്ങി. അതുപോലെ തന്നെ മൃഗങ്ങളെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലവർക്ക് സർപ്ലസ്, മിച്ചോൽപാദനം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിൽ അവർ സർപ്ലസ് പ്രൊഡക്ഷന് കൂടി അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും നിയോലിത്തിക് റവല്യൂഷനിലേക്കുള്ള ഒരു മാറ്റമായിട്ട് കാണുവാൻ പറ്റും. കോമ്പിനേഷൻ ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഹേർഡിങ് മേ ഹാവ് ബീൻ പ്രാക്ടീസ്ഡ്. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേഷനും ഹേർഡിങ്, അതുപോലെ തന്നെ പശുക്കളെ വളർത്തുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഹണ്ടിങ്ങും ഫിഷിങ്ങും ഓൾസോ ഫുഡ് ഗ്യാദറിങ്ങും ഈ സമയത്ത് നടക്കുന്നുണ്ട്. സെറ്റിൽഡ് സൊസൈറ്റിയിൽ ഇൻഡിക്കേറ്റ് സം ഗ്രോത്ത് ഓഫ് പോപ്പുലേഷന്, ജനസംഖ്യാപരമായിട്ട് കുറച്ച് വലിയ മുന്നേറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഹൗസസ്, വീടുകളുടെ കൂട്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നതും നമുക്ക് ഈ ഒരു സമയത്ത് കാണാം. ക്രാഫ്റ്റ് ഫ്രം ദി പാർട്ട് ഓഫ് നിയോലിത്തിക് വേ ഓഫ് ലൈഫ്, ക്രാഫ്റ്റ്സ് ഫ്രം എ പാർട്ട് ഓഫ് നിയോലിത്തിക് വേ ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ നിയോലിത്തിക് പീരീഡിലേക്ക് പ്രവേശിക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞു, ഡൊമസ്റ്റിക്കേഷൻ ആരംഭിച്ചതോടുകൂടി നമ്മൾ നിയോലിത്തിക് പീരീഡിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്, ഡൊമസ്റ്റിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം പോലുള്ള ക്രാഫ്റ്റ് വർക്കുകളിലേക്ക് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ തിരിഞ്ഞു എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക. പോട്ടറി വുഡ് നൗ ബി റിക്വയർഡ്. ആ ഒരു കാലഘട്ടത്തിൽ എന്തായി, പോട്ടറി, പാത്രങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറി. കാരണം സർപ്ലസിലുള്ള സർപ്ലസ് ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പോട്ടറി, പാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറി എന്നുള്ളതും, ആളുകൾ ക്രാഫ്റ്റിൽ കഴിവ് തെളിയിച്ച ആളുകൾ പോട്ടറി ഉൽപ്പാദനത്തിലേക്കും മറ്റ് ക്രാഫ്റ്റ് വർക്കുകളിലേക്കും ഒക്കെ തിരിഞ്ഞു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക.
ഈ ഒരു കാലഘട്ടത്തിൽ നിയോലിത്തിക് വില്ലേജിലെ സൊസൈറ്റികൾ എന്ന് പറയുന്നത് നിയോലിത്തിക് വില്ലേജുകൾ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രദേശങ്ങളായിരുന്നില്ല. അത്തരത്തിൽ വിവിധ പ്രദേശങ്ങൾ തമ്മിൽ എന്തുണ്ടായിരുന്നു, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പരസ്പരം സാധനങ്ങളൊക്കെ സർപ്ലസ് പ്രൊഡക്ഷന് പരസ്പരം കൈമാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ തമ്മിൽ റിലേഷനുകൾ തുടർന്നിട്ടുണ്ടായിരുന്നു. ഒരു റിച്വൽ ലിങ്ക്സ്, ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ലിങ്കുകളും ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ നമ്മൾ വളരെ വേഗത്തിൽ പറയാണ്, നിയോലിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ എവിടേക്കാണെന്ന് കിട്ടുന്നത് നോക്കാം. ഒന്ന് നമുക്ക് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന് പറയുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉള്ളൊരു സൈറ്റാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. അത് അറിയപ്പെടുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ഈ പ്രദേശം ലൊക്കേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് ബാങ്ക് ഓഫ് ദി ബൊലൻ റിവർ, ബൊലൻവാൽ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫുട്ട് ഓഫ് ബൊലൻ പാസ്, ബൊലൻ പാസിന്റെ താഴ്വാരങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു മെഹർഗഡിലുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് 8 ഘട്ടങ്ങളായിട്ട്, 8 കൾച്ചറൽ സാംസ്കാരികമായിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക് 8 ഘട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അതിൽ ആദ്യത്തെ 2 പീരീഡ് 1ഉം പീരീഡ് 2ഉം നിയോലിത്തിക്, നമ്മളുടെ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ പീരീഡ് 1ൽ പോട്ടറികൾ അത്ര വലിയ തോതിൽ കാണുന്നില്ല. പീരീഡ് 2ൽ വലിയ തോതിൽ പോട്ടറികൾ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു മെഹർഗഡിലെ പീരീഡ് 1ൻ്റെയും 2ൻ്റെയും ഒക്കെ ഒരു ഏകദേശ കാലഘട്ടം എന്ന് പറയുന്നത് BC 7000 കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മഡ് ബ്രിക്സ് were used for constructing of group of small rectangular rooms. ആ ഒരു കാലഘട്ടത്തിൽ മഡ് ബ്രിക്സ്, റൂമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട്, ഇത്തരം റൂമുകളുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്തായിട്ട് ഫയർ പ്ലേസുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് മെഹർഗഡിൽ നിന്നും എവിഡൻസ് ഫോർ ദി ക്രാഫ്റ്റുകളുടെ തെളിവുകൾ കിട്ടുന്നുണ്ട്. സ്റ്റോൺ ടൂൾ മേക്കിങ്ങുകളുടെ ബോൺ കൊണ്ടും സ്റ്റോൺ കൊണ്ടുമുള്ള ടോൾ മേക്കിംഗ് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഏർലി ബിലീഫ്സ് റിഗാർഡിംഗ് ദ ഡിസ്പോസൽ ഓഫ് ദ ഡെഡ്, മരിച്ച ആളുടെ അടക്കവുമായിട്ട്, ശവാടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസങ്ങൾ, ആ ഒരു ആദ്യ കാലഘട്ടത്തിലെ വിശ്വാസങ്ങൾ പീരീഡ് 1, മെഹർഗഡിലെ പീരീഡ് 1മായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പീരീഡ് 2ൽ സ്ട്രക്ചേഴ്സ് വിത്ത് ന്യൂമറസ് കമ്പാർട്ട്മെന്റ് വർ കൺസ്ട്രക്റ്റഡ്. അപ്പോൾ വലിയ വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളുള്ള ബിൽഡിങ്സ് ആ ഒരു കാലഘട്ടത്തിൽ പീരീഡ് 2ൽ മെഹർഗഡിൽ നിർമ്മിക്കുന്നുണ്ട്. നിയോലിത്തിക് പീരീഡിൽ പീരീഡ് 2ൽ നിർമ്മിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ബിൽഡിങ്ങുകൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെന്തായിരിക്കണം, ഗ്രാനറീസോ സ്റ്റോർ ഹൗസ്, ധാന്യപ്പുരകളോ സ്റ്റോർ ഹൗസുകളോ ആയിരിക്കണം എന്നാണ് ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റുകളും മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളുള്ള സ്ട്രക്ചറുകൾ ഒരുപക്ഷെ ധാന്യപ്പുരകളായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എവിഡൻസ് ഫോർ ഡൊമസ്റ്റിക്കേഷന്റെ എവിഡൻസുകൾ നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃഷികൾ എന്ന് പറയുന്നത് വീറ്റും ഗോതമ്പും ബാർലിയും ആയിരുന്നു. ഗോഡ്സ് ആർ ദ ലാർജസ്റ്റ് ഇൻ നമ്പർ ഫോളോഡ് ബൈ ഷീപ്പ് ആൻഡ് കാറ്റിൽ. അപ്പം അവിടെ ആടുകൾ, ഷീപ്പ്, കാറ്റിൽ, പശുക്കൾ, കന്നുകാലികളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു നിയോലിത്തിക് കാലഘട്ടത്തിൽ ഹെർഡിങ്ങിന്, പശു വളർത്തൽ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈറ്റുകളായിട്ട് നമുക്ക് കാണാൻ നിയോലിത്തിക്കുമായി ബന്ധപ്പെട്ട് മറ്റ് സൈറ്റുകൾ നമുക്ക് കാണുവാൻ പറ്റുന്നത് ഒന്ന് കാശ്മീരിലാണ്. കാശ്മീരിലെ ബർസോമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റായിട്ട്, നിയോലിത്തിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു സൈറ്റായിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നത്. അതൊരു അറ്റ് ബർസോം ഏർലി നിയോലിത്തിക് പീരീഡ് 3000 BC അവിടുത്തെ നിയോലിത്തിക്കിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടം കാണപ്പെടുന്നത്. അവിടെയുള്ള ആളുകൾ ഭൂമിയിൽ കുഴി കുഴിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് പുറത്തും അകത്തുമായിട്ട് അവർ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അടുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സ്റ്റോൺ
സ്റ്റോൺ ആക്സുകൾ, ബോൺ ടൂൾസുകൾ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ലേറ്റർ നിയോലിത്തിക് പീരീഡ് ഏകദേശം 1700 BC-യിൽ, അതായത് ബർസോമിലെ ലേറ്റർ നിയോലിത്തിക് പീരീഡ് നമുക്ക് കാലഘട്ടം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് 1700 BC ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പിറ്റ് ഡ്വെല്ലിങ്ങിൽ നിന്നും, അതായത് കുഴി കുഴിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്നും മാറിയിട്ട് സ്ട്രക്ചർ ഓഫ് മഡ് ബ്രിക്സ്, മഡ് ബ്രിക്സ് കൊണ്ടുള്ള സ്ട്രക്ചറുകൾ, ബിൽഡിങ്ങുകൾ ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ ബർസോമിലും നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹാൻഡ് മെയ്ഡ് പോട്രികൾ, കൈകൊണ്ടുള്ള പോട്രികൾ, പാത്രങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ലേറ്റർ നിയോലിത്തിക് ആർ ആനിമൽ ബറിയൽസ് ഫൗണ്ട് അലോങ് വിത്ത് ദോസ് ഓഫ് ദി ഹ്യൂമൻസ്. മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബറിയൽസിൽ മൃഗങ്ങളെയും അടക്കിയിരുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യനുമായിട്ട്, മരിച്ച വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മൃഗങ്ങളെ കൂടി ഈ പറയുന്ന ശവകുടീരത്തിൽ അടക്കിയിരുന്നതായിട്ട് തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റ് ക്ലസ്റ്റർ ഓഫ് നിയോലിത്തിക് വില്ലേജ്, അപ്പർ പാലിലിത്തിക്കും മെസോലിത്തിക്കുമായിട്ട് കണക്ഷനുള്ള, റിലേഷനുള്ള, അല്ലെങ്കിൽ അതിന് തുടർച്ചയായിട്ട് വരുന്ന നിയോലിത്തിക് സൈറ്റുകൾ നമുക്ക് കിട്ടുന്ന മറ്റ് പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വിന്ധ്യൻ റീജിയനിലാണ്, ഗാൻജസ് പ്ലെയിനിലാണ്, ബെലൻ വാലിയിലും സോൺ വാലിയിലും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് പോട്ടറി ഓഫ് വേരിയസ് ടൈപ്പ്, വ്യത്യസ്ത തരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് പോട്ടറീസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹാൻഡ് മെയ്ഡ് പോട്ടറീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ നിയോലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുന്നത് കർണാടകയിലെ ഉത്തനൂര്, കുപ്ഗല്, കൊടകല്, പല്ലവോയി, ഇത്തരം പ്രദേശങ്ങളാണ്. കർണാടകയിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റുകൾ എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ നമുക്ക് നിയോലിത്തിക് സൈറ്റ് ആയിട്ട് എടക്കൽ കേവ്, വയനാട്ടിലെ എടക്കൽ കേവും പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2900 BC മുതൽ 2400 BC വരെയാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നിയോലിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ട സൈറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചറുകൾ, ഈ ഒരു ഏർലി ഫുഡ് പ്രൊഡ്യൂസിങ് അഥവാ ഫാമിങ്, കൃഷിയുടെ ആരംഭഘട്ടത്തിലെ ആരംഭമുള്ള ഒരു കാലഘട്ടം അഥവാ നിയോലിത്തിക് പീരീഡിലെ സോഷ്യൽ സ്ട്രക്ചറുകൾ എന്തായിരുന്നു, അവിടുത്തെ സാമൂഹിക ഘടന എന്തായിരുന്നു എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ബേസിക്കലി എന്താണ്, നിയോലിത്തിക് സൊസൈറ്റി ഈസ് എ ട്രൈബൽ സൊസൈറ്റി എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു പാലിയോലിത്തിക് പീരീഡ് എന്തായിരുന്നു, അതൊരു ബാൻഡ് ലെവൽ സൊസൈറ്റി ആയിരുന്നു. എന്നാൽ നിയോലിത്തിക് പീരീഡിലെ സൊസൈറ്റി എന്ന് പറയുന്നത് ട്രൈബൽ സൊസൈറ്റിയാണ്. നമ്മൾ ട്രൈബൽ സൊസൈറ്റി എന്താണ് എന്ന് നമ്മൾ യൂണിറ്റ് 1-ൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ട്രൈബ് ഈസ് മെന്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് ഇൻ സോഷ്യൽ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സൊസൈറ്റി. അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷനിലെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജും ആണ് അത്. എന്താണ്, ബാൻഡ് സൊസൈറ്റി ആണ് പിന്നീട് ട്രൈബൽ സൊസൈറ്റി ആവുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതായത് ബാൻഡ് ലെവൽ സൊസൈറ്റി ഇവോൾവ് ചെയ്തിട്ടാണ് ട്രൈബൽ സൊസൈറ്റി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന സംഗതിയല്ല. ട്രൈബൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, കംപ്രൈസസ് എ ലാർജർ നമ്പർ ഓഫ് പീപ്പിൾ ഹെൽഡ് ടുഗദർ ബൈ കിൻഷിപ്പ് റിലേഷൻസ്, ലീനിയേജ്, കോമൺ ആൻസിസ്റ്റേഴ്സ് ആൻഡ് ജോയിന്റ് ഓണർഷിപ്പ് ഓഫ് ആൻഡ് ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ബൈ ഡീസന്റ് ഗ്രൂപ്പ്സ്. എന്ന് പറഞ്ഞാൽ ബാൻഡ് ലെവൽ എന്താണ്, 20 മുതൽ 50 വരെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് എന്ത് പറയുന്നത്, ബാൻഡ് ലെവൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ട്രൈബൽ ലെവലാണെങ്കിൽ 100 മുകളിലോ ഉള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ട്രൈബൽ ലെവൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾ പരസ്പരം രക്തബന്ധത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പേരിലോ ഒക്കെ ഒരു കോമൺ പൂർവികനോ ആ പേരിലോ ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായിരിക്കും എന്ന് മനസ്സിലാക്കുക. എ ട്രൈബ് ഈസ് കമ്പോസ്ഡ് ഓഫ് നമ്പർ ഓഫ് ക്ലാൻസ്. ഒരു ട്രൈബ് എന്താണ്, അതിൽ ഒരു കൂട്ടം നമ്പർ ഓഫ് ക്ലാൻസ്, ഒരു കൂട്ടം ക്ലാനുകളുടെ ഒരു കൂടിച്ചേർന്നതാണ് ട്രൈബ് എന്ന് പറയുന്നത്. ഇനി ക്ലാനുകൾ എന്താണ്, വ്യത്യസ്ത ലീനിയേജ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലീനിയേജുകൾ കൂടിച്ചേർന്നതാണ് ക്ലാനുകൾ എന്ന് പറയുന്നത്. ലീനിയേജ് കൂടിച്ചേർന്ന് ക്ലാനുകൾ കൂടിച്ചേർന്നുകൊണ്ട് ട്രൈബുകളും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ ട്രൈബൽ സൊസൈറ്റിയിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഫാമിലി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക.
ഈ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റി, ട്രൈബൽ ലെവൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, എസെൻഷ്യലി ഈഗാലിറ്റേറിയൻ ആണ്. നമ്മൾ ബാൻഡ് ലെവലിൽ പറഞ്ഞതുപോലെ തന്നെ ഇതും എന്താണ്, ഈഗാലിറ്റേറിയൻ, സമത്വപരമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നിരുന്നാലും ചെറിയ തോതിലുള്ള ദർ ഇസ് എ ലിറ്റിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ചില തരത്തിലുള്ള ഒരു സാമൂഹിക വേർതിരിവുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നടക്കുന്ന വിവാഹങ്ങൾ ഡിഫറെൻറ്റ് ഫോമിലുള്ള വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ തമ്മിൽ, അവിടുത്തെ സൊസൈറ്റികൾ തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട്, വാർഫെയർ, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ എന്താണ്, ചില തരത്തിലുള്ള സ്വത്തുകളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വാർ ബൂട്ടിയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറിയ ചെറിയ വാർഫെയറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ട്രൈബൽ സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ വലിയൊരു പ്രായം ചെന്ന ആളായിരിക്കും അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ക്വാളിറ്റിയും അല്ലെങ്കിൽ നല്ല കരിഷ്മയും ഒക്കെയുള്ള ആളായിരിക്കും അവിടുത്തെ ട്രൈബൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തല്ല, പെർമനന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലതാനും. There is no real power attached to this office. The role of a big man ഈസ് ആൻ അഡ്വൈസർ. അപ്പോൾ നമ്മൾ അതിന് ലീഡർഷിപ്പിനെ ബിഗ് മാൻ എന്ന് വിളിക്കാം. ആ ബിഗ് മാൻ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് അല്ല, അദ്ദേഹത്തിന്റെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. കരിഷ്മയും ക്വാളിറ്റിയും ഉള്ള ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഈ ബിഗ് മാൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ദ റോൾ ഓഫ് എ ബിഗ് മാൻ ഈസ് ആൻ അഡ്വൈസർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത്. ഈ ട്രൈബൽ സൊസൈറ്റിയിൽ എന്താണ്, റിലീജിയസ് ബിലീഫ്, മതപരമായിട്ടുള്ള വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ട്രൈബൽ ലെവൽ സൊസൈറ്റിയിൽ റിലീജിയസ് ബിലീഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പൂർവികന്മാരെ എന്താണ്, അവരിൽ വിശ്വസിച്ചിരുന്നു. അവരല്ലെങ്കിൽ ഈ നിലവിലുള്ള ട്രൈബൽ സൊസൈറ്റിയെ രക്ഷപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവന് മോക്ഷം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള വെൽബീയിങ്ങിനൊക്കെ കാരണം അവരുടെ പൂർവികന്മാരാണ്, അല്ലെങ്കിൽ അവരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്നൊരു വിശ്വാസം ഈ കാലഘട്ടത്തിലുള്ള ട്രൈബൽ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. Misfortune required the placating of ancestors at family and clan level by sacrifices and ritual exchanges. Certain individuals within the tribe have skill have not available to all to communicate with the supernatural world. അവിടുത്തെ ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക് എന്താണ്, സൂപ്പർ നാച്ചുറൽ പവറുകളുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. ആ കഴിവ് എന്ന് പറയുന്നത് എന്താണ്, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന സംഗതിയല്ല. ആ സ്കിൽ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന സംഗതിയല്ല. അത്തരം ചില ആളുകൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളിൽ, ബിലീഫിലൊക്കെ റിച്വൽസിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുകയും അതിന് ലീഡ് ചെയ്യുകയും ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം ആളുകളെ, ഇത്തരത്തിൽ സൂപ്പർ നാച്ചുറൽ പവറുകളുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഇത്തരം ആളുകളെ ആന്ത്രോപോളജിയിൽ വിളിക്കുന്ന പേര് ഷമൻസ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ വളരെയധികം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, റിലീജിയസ് ബിലീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ട്രൈബൽ സൊസൈറ്റിയിലും ഇത്തരം ആളുകൾക്ക്, റിച്വൽ ബിലീഫിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അവർ പറയുന്ന പൂർവികന്മാർക്കൊക്കെ വളരെയധികം, പൂർവികന്മാരാണ് അവർക്ക് ഭാഗ്യം കൊണ്ടുവരിക എന്നുപോലെയുള്ള വിശ്വാസങ്ങളിലൊക്കെ അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിയോളിത്തിക് പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, ട്രൈബൽ ലെവൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത്രയാണ് യൂണിറ്റ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ സ്പീഡിൽ തന്നെയാണ് ഇന്നും ക്ലാസ്സുകൾ നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാലിയോലിത്തിക് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസുകൾ, ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ, സൈറ്റുകൾ പറഞ്ഞു. അവിടുത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചറുകൾ, ബാൻഡ് ലെവൽ സോഷ്യൽ സ്ട്രക്ചറുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റിയാണ്, അത് ബാൻഡ് ലെവൽ സൊസൈറ്റിയാണെന്ന് പറഞ്ഞു. ആ ഒരു ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പിന്നെ മെസോലിത്തിക്, നിയോലിത്തിക്
മീൻസ് ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ, സൈറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മെഹർഗഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതും, അതുപോലെ തന്നെ ബർസോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചർ, സൊസൈറ്റിയെ പറ്റി, അഥവാ ട്രൈബൽ ലെവൽ സൊസൈറ്റിയെ പറ്റിയാണ് പിന്നീട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 2 നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് അതോടുകൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം കൂടി നടത്തുക. വളരെ ഡീറ്റെയിൽ ആയി തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ.